സിദ്ദിഖിന് ആശ്വാസമല്ല, സിദ്ദിഖ് വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ഇരയുടെ നീക്കങ്ങളെ ഹൈക്കോടതി തൂക്കി എറിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഹൈക്കോടതി ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇരയെ വലിച്ച് ദൂരെ എറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം FBയിൽ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പോസ്റ്റിട്ട ഇരയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ എന്താണ് ഭയം? അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ വേട്ടക്കാരനെ കൊടുക്കാം എന്നുള്ള തന്ത്രമല്ലേ ഇര മെനഞ്ഞത്? അങ്ങനെയല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടതും? തീർച്ചയായും. ഇതിൽ നടൻ സിദ്ദിഖിനെതിരെ ഉയർന്ന ബലാത്സംഗ ആരോപണത്തിൽ മേലുണ്ടായ പരാതി, ആ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചു. എനിക്ക് തോന്നുന്നു മെറിൻ ജോസഫ് ഉൾപ്പെടെ, മെറിൻ ജോസഫ് ആയിരുന്നോ ആ ഓഫീസറുടെ പേരെനിക്ക് ഓർമ്മയില്ല, ഒരു വനിതാ ഓഫീസർ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെയുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. മറ്റേ ഈ അജിത ബീഗം ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ഇത്തരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുന്നോടിയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്ന ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കിയിരുന്നു. ആ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ കേസും അന്വേഷിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷണം തുടങ്ങിയത് മുതൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ താജ് ഹോട്ടലിൽ വെച്ച് അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്നാണ് നടിയുടെ പരാതി. നടി എന്ന് പറയുന്നത് ഇവരുടെ പേരുവിവരങ്ങളും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല, അതിജീവിതയാണ്. അത്തരത്തിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ട്, ഒരു സിനിമയുടെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ സിനിമയുടെ ആദ്യ ഷോ കാണുന്നതിന് വേണ്ടി സിദ്ദിഖ് താമസിക്കുമ്പോൾ അവിടേക്ക് വരാനും വേണ്ടി പറഞ്ഞു. അവിടേക്ക് വന്ന തന്നെ കെട്ടിയിട്ടു, ആ താജ് ഹോട്ടൽ റൂമിൽ കെട്ടിയിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. നടിയുടെ മുന്നിൽ വെച്ച് മാസ്റ്റർബേഷൻ ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട്. സിദ്ദിഖ് പറഞ്ഞതെന്നല്ല, നടി പറഞ്ഞത്, ക്ഷമിക്കുക. അപ്പോൾ ഇതായിരുന്നു, നടിയുടെ മുന്നിൽ വെച്ച് മാസ്റ്റർബേഷൻ ചെയ്തു. പിന്നീട് എന്താണ് ഈ ക്രൂരമായ ബലാത്സംഗത്തിൻ്റെ കഥയാണ് പോലീസിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സുപ്രീം കോടതി ആദ്യം ഹൈക്കോടതിയിൽ പോയി, പിന്നീട് ഹൈക്കോടതി ഇത് തള്ളിയപ്പോൾ അദ്ദേഹം ഒളിവിൽ പോകുന്നു നമ്മൾ കണ്ടു. പിന്നീടാണ് ഒരു മിനിറ്റ്, തുടക്കത്തിൽ ഞാൻ ഹൈക്കോടതി എന്നാണ് പറഞ്ഞത്, ക്ഷമിക്കുക, സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയാണ് സിദ്ദിഖിനെ ഇരയെ വലിച്ച് തൂക്കിയെറിഞ്ഞത്. അതെ, സുപ്രീം കോടതിയാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് ഹൈക്കോടതിയിലേക്ക് നിൽക്കുന്നു. ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു. പോലീസ് അദ്ദേഹത്തെ 2 തവണ വിളിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നു. അപ്പോൾ കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ധന്യ നേരത്തെ പറഞ്ഞതാണ്. അതായത് 2018-ലോ 2017-ലോ നടന്ന സംഭവം, അത്തരം 2017-ലോ 2018-ലോ നടന്ന സംഭവത്തെ തുടർന്ന് അതിനുശേഷം അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, മീറ്റു ആരോപണങ്ങൾ പൊന്തി വന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഇദ്ദേഹം ഇങ്ങനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നോട് മോശമായി പെരുമാറുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ സമയം അതൊരു വലിയ വിഷയമായിരുന്നു. അതായത് ആൾക്കാരൊക്കെ അറിയുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്തു. സിദ്ദിഖ് പിന്നീട് അതിലൊന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറയുകയും ചെയ്തു. ആ ഒരു വിഷയം കൃത്യമായി പ്രതിഭാഗം കോടതിയിൽ പറയുന്നു. അപ്പോൾ കോടതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ജസ്റ്റിസ് ത്രിവേദി, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കറക്റ്റ് ഇത് ഈ പെറ്റീഷൻ അനുവദിച്ച അല്ലെങ്കിൽ പെറ്റീഷൻ പരിഗണിച്ച ജഡ്ജിമാരുടെ പേര് ജസ്റ്റിസ് ബല ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഈ ബല ത്രിവേദി ചോദിച്ചത്, നിങ്ങൾക്ക് ആ ദിവസം ആ സമയങ്ങളിൽ നിങ്ങൾക്കിത് ഫേസ്ബുക്കിൽ ഇടാൻ ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ, മീറ്റു ഉന്നയിക്കാൻ ആ ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിച്ചില്ല? നിയമ നടപടി സ്വീകരിച്ച് മാതൃകയാവേണ്ട നിങ്ങൾ ആ സമയവും നിയമ നടപടി സ്വീകരിച്ചില്ല, പിന്നീടും നിയമ നടപടി സ്വീകരിച്ചില്ല. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആരോപണങ്ങൾ പൊന്തി വന്നപ്പോൾ അത്തരത്തിൽ ഇതും കൂടെ കിടക്കട്ടെ എന്ന് കരുതി ഈ ആരോപണ വിധേയന് നേരെ ഒരു കേസ് കൊടുക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതിൽ വിശ്വാസമില്ല. എന്തുകൊണ്ട് ഇര ഈ രീതിയിൽ പ്രവർത്തിച്ചു എന്നത് സംശയാസ്പദമാണ് എന്ന് കോടതി പറയുകയും, കോടതി എന്നിട്ട് ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് പാസ്പോർട്ട് ഹാജരാക്കണം, കൃത്യമായ അന്വേഷണ സംഘത്തിന് മുന്നേ ഹാജരാകണം എന്നുള്ള അതൊക്കെ സാധാരണ നിബന്ധനകളാണ്. ആ നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് ഇടക്കാല ജാമ്യം സ്ഥിര ജാമ്യമാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ വെളിച്ചത്തെത്തിയിട്ടില്ല. അതിൽ പറഞ്ഞ ആളുകളുടെ പേര് ഒന്നും തന്നെ വെളിച്ചത്തെത്തിയിട്ടില്ല. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് വന്നതിന് ശേഷം വന്ന കുറേ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ പലതും വ്യാജമാണ് എന്നുള്ളത് വളരെ കൃത്യമായ തെളിവോടുകൂടി പുറത്തു വന്നിട്ടുമുണ്ട്. അതായത് പല ആളുകൾക്കെതിരെ വന്ന ആരോപണം, ഇപ്പം മുകേഷിനെതിരെ വന്ന ആരോപണം, അതുപോലെ തന്നെ
ഇടവേള ബാബുവിനെതിരെ വന്ന ആരോപണം, ഒരു നടി തന്നെ 7 ആൾക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇതൊക്കെ ആ നടി 7 ആൾക്കെതിരെ അല്ല, മന്ത്രിസഭയിലെ 17 MLA-മാർക്ക് 2 മന്ത്രിമാർക്കെതിരെ. ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട 2 മന്ത്രിമാരുടെ പേര് അവർ ഉടനെ വെളിച്ചത്ത് പറയുമെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട മന്ത്രി ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. MLA-മാർ UDF-ലെയും LDF-ലെയും MLA-മാർ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഒന്നും പേര് ഇല്ലല്ലോ, അവരുടെ പേര് പുറത്ത് വന്നിട്ടില്ല, അവരത് പുറത്ത് വിട്ടിട്ടുമില്ല. ഇതിന്റെയൊക്കെ പുറകിൽ നടൻ ജയസൂര്യക്കെതിരായ ആരോപണം, ജയസൂര്യക്കെതിരെ ആരോപണം വന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായി കൊണ്ട് പല ആളുകളും പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഇരയുടെ പശ്ചാത്തലം സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാവുന്ന പശ്ചാത്തലമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം അവർ സംസാരിച്ചത്? അവർ മുൻപ് കുടുക്കിയ ഒരു മനുഷ്യൻ ധന്യയുടെ അടുത്ത് തന്നെ അല്ലെ, ധന്യ ആ കാര്യം എന്തായിരുന്നു ധന്യ, ഒന്ന് പറയാമോ? അതെനിക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ PA ആയിട്ട് എങ്ങാണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഇവർ താറുമാറാക്കി കളഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ മുന്നിലിരുന്ന ആ മനുഷ്യൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു 29-30 വയസ്സേ ആ മനുഷ്യനുണ്ടാവൂ. എനിക്ക് പേരും എനിക്ക് അത്ര ഓർമ്മയില്ല. ഒരു 2 വർഷം മുൻപ് ഈ കൊച്ചിയിലുള്ള ആളാണ്, എറണാകുളത്തുള്ള ആളാണ്. 2 വർഷം മുൻപ് അതിനുവേണ്ടി ഞാൻ ഇവരെ വിളിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വിവാഹം മുടക്കി, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി, അദ്ദേഹത്തെ വലിയ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് ഈ സ്ത്രീക്കെതിരെ ഈ പറയുന്ന. ആ പറഞ്ഞപ്പോൾ അയാൾ ഇരയായിരുന്നു, ഈ സ്ത്രീ വേട്ടക്കാരിയായിരുന്നു. ഈ സ്ത്രീക്കെതിരെ അദ്ദേഹം ഉന്നയിച്ചത് എന്നോടല്ല, നമ്മളോടൊപ്പം രാവിലെ ചർച്ചയ്ക്കിരിക്കുന്ന രോഹിത്തിനോടാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. പിന്നീട് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് പോയി കണ്ടു. ആ വാർത്ത എനിക്ക് തോന്നുന്നു അത് സംരക്ഷണം ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. അത്രമാത്രം നമ്മൾ ശ്രമിച്ചു, പക്ഷെ ആ വീഡിയോ കിട്ടാത്തത് കൊണ്ടാണ് ഒരുപാട് ഗുരുതര ആരോപണങ്ങളാണ്. തെളിവുകൾ വെറുതെ പറയുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം മെസ്സേജുകൾ തീർത്ത് കളയും എന്നൊക്കെ പറയുന്ന മെസ്സേജുകൾ, പിന്നെ അതായത് ഇവരുടെ കീപാറ്റ് അയാൾ ഇരിക്കണമെന്നോ, അയാൾ വേറെ എവിടേക്കും പോകാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി. മാത്രമല്ല ഈ സ്ത്രീക്കെതിരെ പലതരത്തിലുള്ള തട്ടിപ്പ് ആരോപണങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എനിക്ക് പുറത്തു പറയാൻ പരിമിതിയുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്തെ വീടുമായി ബന്ധപ്പെട്ടുള്ള പല ആരോപണങ്ങളുണ്ട്. ഇവർക്കെതിരായിക്കൊണ്ട് കൃത്യമായ ചില തെളിവുകൾ വെച്ചുകൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തക, ഡൽഹിയിൽ നിന്നുള്ള ഒരു സാമൂഹിക പ്രവർത്തക എന്നെ വിളിച്ചിരുന്നു. അവരെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അതിന്റെ ഒക്കെ ഭാഗമായിട്ട് പലതരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്കെതിരെയല്ലേ ഏതൊരു യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുത്തത്, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു യൂണിവേഴ്സിറ്റി? അത് ഇവരായിരുന്നോ മറ്റേ വേറൊരു അതിജീവിതയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ആ തരത്തിലുള്ള ആരോപണങ്ങൾ നടൻ ജയസൂര്യക്കെതിരെ ഇവരൊക്കെ തന്നെയാണല്ലേ, എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. നടൻ ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ നടിയുടെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യപ്പെട്ടു. അതുപോലെ ഓരോ ആൾക്കെതിരെയും ഉന്നയിച്ച് അവരെയൊക്കെ സമ്മർദ്ദത്തിലാക്കി അവരെ ഈ പേരിന് വേണ്ടി എന്താണ് ഒരു ക്യാമ്പയിൻ വരുമ്പോൾ ആ ക്യാമ്പയിനിൽ ഞാനും ഉണ്ടെങ്കിൽ എൻ്റെ പേരും കൂടി വലുതാവും എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി എങ്കിലും ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയി പോകുന്ന പെൺകുട്ടി മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു, എന്നിട്ട് എന്നോട് ചോദിക്കുന്നു സിനിമയിൽ വേഷമൊക്കെ ഉണ്ട്, സിനിമയിൽ വേഷം തരാം, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് അദ്ദേഹം വെച്ച് പോവുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ആ കുട്ടിയോട് ചോദിക്കുന്നു. ആ കുട്ടിക്ക് താല്പര്യമില്ല എങ്കിൽ അത് താല്പര്യമില്ല എന്ന് പറഞ്ഞത് അവിടെ അവസാനിക്കുന്നു. എന്നിട്ട് അതിനുശേഷം വന്ന് ഇയാൾ എന്തോ ഗുരുതരമായ തെറ്റാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ എന്തോ ഇരയാണ് എന്നുള്ള മട്ടിലാണ് ആ കുട്ടി സംസാരിച്ചത്. അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നൊരു കുട്ടിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അത് ശരിയാണ് എന്നല്ല, അങ്ങനെ പോലും ഫേമസ് ആകാൻ നോക്കിയ ആളുകൾ ഈ സമയത്തുണ്ട്. ഇതിനെ ഒരുപറ്റം ആളുകൾ എന്ത് ചെയ്തു, വന്നിട്ട് നടന്മാർക്കെതിരെയുള്ള ഒരു അവസരമാക്കി എടുത്ത് ഈ ലാലേട്ടനെതിരെ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചു. ലാലേട്ടൻ, മമ്മൂക്ക തുടങ്ങി യഥാർത്ഥത്തിൽ നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണത്തിൽ അദ്ദേഹത്തെ ആദ്യം ക്രൂശിച്ചു. എന്നിട്ട് ആ നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണം പൊളിഞ്ഞ് പാളീസായി നിവിൻ പോളിയെ പോലീസ് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി. അതിന് ആരും ഒന്നും മിണ്ടുന്നില്ല.
ഇത്തരത്തിൽ ഓരോ കേസും കോടതിയിൽ കൊടുത്ത മുകേഷിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ കൊടുത്ത കേസിനകത്ത് കൃത്യമായി ആ സ്ത്രീ ആ അതിജീവിത മുകേഷിന് അയച്ച ചോദ്യം പിന്നെ ഇതുണ്ട്, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉമ്മ ചോദിക്കുന്ന സ്ക്രീൻഷോട്ട് സ്മൈലി അയച്ചത് പിന്നീട് അമ്മയുടെ സംഘടനയിലൊക്കെ കേറണ്ടേ? 20,000 രൂപയോ 2 ലക്ഷം രൂപയോ 1 ലക്ഷം രൂപയോ എങ്ങാൻ കടം ചോദിക്കുന്നു, 25,000. എന്നിട്ട് അത് എന്തായാലും എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അത് തന്നൂടെ എന്ന് ചോദിച്ചിട്ട് പീഡിപ്പിച്ച ഒരാളോട് 20,000 രൂപ ചോദിക്കുന്നു. ഇതൊക്കെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞിട്ടാണ് മുകേഷിന് ജാമ്യം കൊടുത്തത്. ഇത്തരത്തിൽ പുറമെ കാണുന്നത് മാത്രമല്ല ഇതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ്. കോടതി ഇപ്പൊ കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. മാധ്യമങ്ങൾ പടച്ചുവിടുന്നതും വലിച്ചു കയറ്റുന്നതും നീലക്കഥകളും അല്ല, കൃത്യമായ കാര്യങ്ങൾ ഇതിലുണ്ട്, അത് അന്വേഷിക്കണമെന്ന് കോടതി കൃത്യമായ നിലപാടെടുക്കുന്നിടത്താണ് നീതിയും സത്യവും ഇരകൾക്ക് കിട്ടുന്നത്. ഇവിടെ സിദ്ദിഖ് പീഡിപ്പിച്ചിട്ടുണ്ടാവും, ഇല്ലായിരിക്കും, അതൊക്കെ കാര്യങ്ങളാണ്, നമുക്കറിയില്ല, കേസ് ലിഖിത കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവർക്കും ഒരു പാഠമാണ്. ഫേസ്ബുക്കിലിടാൻ നിങ്ങളൊക്കെ ധൈര്യം കാണിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ തയ്യാറല്ല? ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയും ജയസൂര്യയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ, ദിലീപിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ ഇട്ടു. അല്ല, ആദ്യം പറഞ്ഞത് എന്താ? ആദ്യം ജയസൂര്യക്കെതിരെ ജയസൂര്യ അല്ല എന്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എനിക്ക് പൈസ തരാറുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാമാന്യ മലയാളിക്ക് എന്ത് പറയാം? എന്നിട്ട് ജയസൂര്യയിൽ ആരോപണം എന്താണെന്നറിയോ? പീഡനമൊന്നുമല്ല, കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതെ, കെട്ടിപ്പിടിക്കാൻ വെച്ച് ഉമ്മ വെക്കാൻ ശ്രമിച്ചു. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം. താജ് ഹോട്ടൽ പോലത്തെ ഒരു ഹോട്ടലിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പോലീസ് കണ്ടെത്തട്ടെ, പക്ഷെ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അത് പൊരുത്തക്കേടുകളുണ്ട്, മൊഴിയിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട്. മാത്രമല്ല, ആദ്യം ഇവർ പറഞ്ഞ മൊഴിയിൽ ഒന്നും തന്നെ ഈ പറഞ്ഞ ബലാത്സംഗ ആരോപണം ഒന്നും തന്നെ ഇല്ല. അവരവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സിദ്ദിഖ് എന്തോ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മോശമായി പെരുമാറിയൊന്നും അറിയില്ല. പക്ഷെ കെട്ടിയിട്ട ബലാത്സംഗമാക്കി മാറ്റിയത് അതേത് രീതിയിലാണെന്ന് പറയാനും കഴിയില്ല. ഇരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇരയെ മാനസികമായി ഉപദ്രവിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇരയ്ക്ക് നീതി കിട്ടണം. അത് നമുക്കൊരിക്കലും പിന്നെ വേട്ടക്കാരനോടൊപ്പം നിൽക്കാൻ പറ്റില്ല. ഇരയ്ക്ക് സത്യസന്ധമായി ശാരീരികമായും മാനസികമായും പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇരയ്ക്ക് നീതി കിട്ടുക തന്നെ വേണം. പക്ഷേ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലാത്തവരുമാണെങ്കിൽ അവർക്ക് നീതി കിട്ടരുത്. താഴെ കമന്റിനടിയിൽ വന്ന് പൈസയുണ്ടെങ്കിൽ എല്ലാം നടക്കും, എല്ലാം കേസും മാഞ്ഞു പോകും എന്നൊക്കെ പറയുന്നവരോടാണ് നിങ്ങൾ ദയവായി കോടതിയുടെ ആ ഉത്തരവ്, ഏത് കേസിലായാലും കോടതിയുടെ ഉത്തരവ് ഒന്നെടുത്ത് വായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.